എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ ബെന്നി തോമസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റോഡ് ട്രിപ്പാണ്. അടിപൊളി ഒരു റോഡ് ട്രിപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 3-4 മാസം മുമ്പ് ഞാൻ പെർത്ത് സീരീസ് ചെയ്തായിരുന്നു നമ്മുടെ സോനിസിൻ്റെ കൂടെ. എന്ന് പറയുന്നത് ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് നമ്മുടെ ഫാമിലിയോടൊപ്പമാണ്. അത് ബ്രിസ്ബൺ. അതിൻ്റെ പേര് റൂട്ട് ടു ബ്രിസ്ബൺ അല്ലെങ്കിൽ ബ്രിസ്ബൺ ഡയറീസ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഏകദേശം നാളെ രാവിലെയാണ് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 1800-2000 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് നമ്മൾ ബ്രിസ്ബണിലെത്തുന്നത്. ആദ്യം നമുക്ക് കിയാമ എന്ന് പറയുന്ന ന്യൂ സൗത്ത് വെയിൽസിലൊരു റൂമൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് എയർബിഎൻബി വഴി. അപ്പോൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസം 1200 കിലോമീറ്റർ ഓടിച്ചാണ് നമ്മൾ പോകുന്നത്. അത് ഈസ്റ്റ് കോസ്റ്റ് സൈഡിൽ കൂടെ, അതായത് നമ്മുടെ മനോഹരമായ വിക്ടോറിയ സ്റ്റേറ്റിൻ്റെ താഴ്വാരത്തൂടെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ അങ്ങേയറ്റത്തോടെ കോസ്റ്റൽ സൈഡിൽ കൂടെയാണ് നമ്മൾ നേരെ സിഡ്നി ഡിപ്രം ചാടി നേരെ ബ്രിസ്ബൺ പോകുന്നത്. അപ്പം നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതായാലും നല്ല ഒരു നമ്മുടെ സീരീസിലേക്ക് പപ്പായും മമ്മിയും ജിജോയും ഞങ്ങളുടെ എല്ലാ ഫാമിലി ഉൾപ്പെടെയാണ് പോകുന്നത്. നമ്മുടെ 2 വണ്ടി ഉൾപ്പെടെയാണ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബ്രിസ്ബൺ ഡയറിയിലേക്ക് അല്ലെങ്കിൽ റൂട്ട് ടു ബ്രിസ്ബണിലേക്ക് റോഡ് ട്രിപ്പിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. നമ്മുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ ഇറങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 4.5 മണിക്കൂർ വണ്ടി ഓടിച്ചു. ഭയങ്കര ഫോഗി എന്ന് വെച്ചാൽ അന്യ ഫോഗായിരുന്നു. രാവിലെ നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും കിട്ടിയില്ല. ഞങ്ങൾ ഏകദേശം ഒരു 350 കിലോമീറ്ററോളം ഞങ്ങളിങ്ങനെ വന്നു. നമ്മൾ സിഡ്നി റൂട്ടിലാണ്, അതായത് നമ്മൾ ന്യൂ സൗത്ത് വെയിൽസ് ബോർഡർ കടന്നില്ല. ഇപ്പം ഞങ്ങൾ വിക്ടോറിയ സ്റ്റേറ്റിൽ തന്നെയാണ്. ഏകദേശം ഒരു 100-150 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ന്യൂ സൗത്ത് വെയിൽസിലോട്ട് കിടക്കും. ഇന്ന് ഞങ്ങൾ അക്കോമഡേഷൻ എടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് കയാമ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അത് ഇവിടുന്ന് ഏകദേശം ഇനിയുണ്ടൊരു 450 കിലോമീറ്ററോടെ ആണോ. ഇത് ഹൈവേ ആണ്. അപ്പോൾ എൻ്റെ സൈഡിൽ ജസ്റ്റ് നമുക്കൊന്ന് കയറി നിൽക്കാനായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മളൊന്ന് കയറിയതാണ്. ഇനി ഇങ്ങനെയുള്ള റെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് ജിജോ ഭക്ഷണവും നമ്മുടെ ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കൂടുതൽ കാഴ്ചകൾ. ഈ റൂട്ട് ഓർക്കുന്നുണ്ടോ? ഈ റൂട്ട് ഓർക്കുന്നുണ്ട്. നമ്മൾ സിഡ്നിക്ക് പോയതാണ് നേരത്തെ. ഇപ്പോഴും നമ്മൾ സിഡ്നി ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇപ്പുറം വഴിയാണെന്നുള്ളേ ഉള്ളൂ. ഈ രാവിലെ തന്നെ ഫോഗായിരുന്നു അല്ലേ, ഭയങ്കര ഫോഗ്, ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പം നമ്മളിത് ഇങ്ങനെ ഒരു ചെറിയൊരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. ഇത് കണ്ടില്ല, ഇപ്പം നമുക്ക് ട്രക്കിനും എല്ലാവർക്കും കാർ പാർക്കിങ്ങാണ്, ചില ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമേ, ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ചില ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇപ്പം നല്ല വെയില്ല, രാവിലെ ഭയങ്കര ഫോഗിയായിരുന്നു. ഇതിൻ്റെ പേര് വായിക്കുക, മുറാങ്കോ പിക്നിക് ഗ്രൗണ്ട് അല്ലേ. ഇത് സ്നോയി മൗണ്ടൻസ് ആണ്. സ്നോയി മൗണ്ടൻസിൻ്റെ ഏരിയാസാണ് ഇതെല്ലാം. ഇവിടെ ഇരിക്കാൻ നല്ല അല്ലേ, കിടു സ്ഥലമാണ് കേട്ടല്ലേ. നല്ല വിശാലമായ വിശാലമായ ഷോറൂമാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് നേരെ മലക്കൂട്ട നമുക്ക് കറക്റ്റ് പറയാം. മലക്കൂട്ട, ഈഡൻ, പിന്നെ ക്യാൻ റിവർ ഏരിയ കൂടി ഇങ്ങനെ കയറി നമുക്ക് ഈ കയാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൈമ അത് തന്നെ, കൈമ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കയാമ എന്നാണ് പറയുന്നത്. അതും തോന്നുന്നു കേട്ടോ, ഓരോ വാക്കുകൾക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഏകദേശം 100-150 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതായത് നല്ല ഫുട്പാത്ത് കാര്യങ്ങൾ, വിശാലമായ ഏരിയ, ഹൈവേയുടെ സൈഡിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് കാലൊന്ന് സ്ട്രെച്ച് ചെയ്യുവോ, ടോയ്ലറ്റിൽ പോവുകയോ, ഭക്ഷണം കഴിക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനോട് നല്ല തണലും ഉണ്ട്, വിശാലമായ മരങ്ങൾ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? യാത്ര കുഴപ്പമില്ലായിരുന്നു ആണല്ലേ. തിരക്ക വണ്ടി ഇപ്പം കാണാൻ ലോങ് വീക്കെൻഡ് അല്ലായിരുന്നു. രാവിലെ തന്നെ മഞ്ഞായിരുന്നു അല്ലേ. നല്ല നീറ്റ് സ്ഥലം അല്ലേ വണ്ടി കയറി ഇരിക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ അക്കോമഡേഷൻ ഏകദേശം 450 കിലോമീറ്റർ ഇനിയുണ്ട്. 480 ഇനിയും 480. ഇന്ന് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ 850 കിലോമീറ്ററാണ് ടോട്ടൽ. നമ്മൾ ഏകദേശം 400 കിലോമീറ്റർ ഇപ്പോൾ ഓടി. കാരണം ഇടയ്ക്ക് ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടേ. ഇറങ്ങിയിട്ട് അതെ. ഇനി നമുക്ക് 480 കിലോമീറ്റർ ഉണ്ട് അല്ലേ. ഇനിയിപ്പം ഒന്നും ആയിട്ടില്ല, കാഫാവുള്ളൂ. ബ്രിസ്ബണിലോ പോകുന്നത്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ. ഏതായാലും നല്ല സ്ഥലത്ത് പോയിരുന്ന ഭക്ഷണം കഴിക്കാം അല്ലേ. ഡ്രൈവർ പൾസ്ബർഗ് മാറിയോ? ഡ്രൈവർ പൾസ്ബർഗാണ് ഇനി കുറച്ച് നേരത്തേക്ക്. കാരണം ഹൈവേയിൽ ജിജോയ്ക്ക് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു. അതിന് ഓക്കെ അല്ലേ. ഒരു 480 കിലോമീറ്റർ ഓക്കെ ആണ്. ഇനി വീട്ടിൽ ചെന്ന് നിർത്തുള്ളേ, അല്ല ഇടയ്ക്ക് ചോറിനാൻ നിർത്താം. വിട്ടാലോ. ഓക്കെ.
ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ക്യാൻ റിവർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ സിഡ്നിക്ക് പോകാം. ഞങ്ങൾ പോകുന്ന റൂട്ടും നമുക്ക് സിഡ്നിക്ക് പോകാം. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നത് ഭക്ഷണം കഴിക്കാനുള്ളൊരു കണക്കൂട്ടലായിരുന്നു. ഇവിടെ ജസ്റ്റ് ഇതിന് ചൂടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാരവാൻ പാർക്കാണ്, നമുക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ അത് പ്രവർത്തിക്കുന്നില്ല, അത് ചൂടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു സ്ഥലം നോക്കുകയാണ്. ക്യാൻ റിവർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. റോഡ് നോക്കിയാണല്ലോ, കാരവാൻ പാർക്കാണ്. കാരവാൻ ഇങ്ങനെ വന്ന് അവർക്ക് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് പവർ കുത്താനും ടോയ്ലറ്റ് സൗകര്യങ്ങളും ബിൻ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വരിക പോവുക. അപ്പോൾ നമ്മളിവിടെ നിർത്തി നോക്കിയതാണ്. ഏതായാലും നമുക്ക് ചൂടാക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകാം. അതായത് ഇവിടുത്തെ ഈ ബാർബേക്യൂവിൻ്റെ മെഷീൻ ഉണ്ടല്ലോ അത്. ഞങ്ങൾ അപ്പം ക്യാൻ റിവർ സൈഡിൽ ഭക്ഷണം കഴിക്കാനൊക്കെ നോക്കി, പക്ഷേ നടന്നില്ല. ഞങ്ങൾ പിന്നെ ഇവിടെ ജിനോവ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കാണ്. അവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഇപ്പറയാണ്. നല്ല മനോഹരമായ ഒരു കാനൻ പാർക്ക്. അവിടെ കറക്റ്റ് നമുക്ക് പറ്റിയ ബാർബേക്യൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ജിജോയാണ് ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലായിടത്തും ഈ പ്രാവശ്യം പുള്ളി തന്നെയാണ്. അപ്പോൾ ചിക്കനൊക്കെ വറുത്തോണ്ട് വന്നിട്ടുണ്ട്, ചോറ്, അച്ചാറ്, മോര്, തക്കടി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഭക്ഷണം കഴിക്കണം. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഉണ്ട് നമ്മുടെ ഈ ഖൈമ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഏകദേശം ഒരു 380 കിലോമീറ്റർ ഉണ്ട്. ഇനി ഒരു 3-4 മണിക്കൂറുള്ള ഓട്ടമുണ്ട്. ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത കാര്യങ്ങൾ. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മളവിടെ ഇപ്പം സമ്മറാണല്ലോ, എല്ലായിടത്തും സമ്മറാണല്ലോ. അപ്പോൾ ഇവിടെ പച്ചപ്പ് പക്ഷേ ഇച്ചിരി കൂടുതലുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതാണോ എന്ന് എനിക്കറിയാം. നമ്മുടെ അവിടുത്തെ പക്ഷേ പുല്ലൊക്കെ ഇച്ചിരൂടെ ഒരു കരിഞ്ഞ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇച്ചിരൂടെ ഒരു കളർ മാറി വങ്ങി നിൽക്കുന്ന ഒരു ഷേപ്പാണ്. പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വന്നിടത്തെല്ലാം നല്ല പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റി. കണ്ടില്ല, വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ. അതാണ് മെയിൻ ഹൈവേ അങ്ങോട്ട് പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കയറിയത്. ജനോവ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നല്ല മനോഹരമായ ഒരു ബ്രിഡ്ജ്, അതായത് ജനോവ ബ്രിഡ്ജാണ്. പഴയ കാലത്ത് ഇത് വുഡായിരുന്നു ഇതിൻ്റെ ഇത് വേണ്ടത്. പക്ഷേ അതിൻ്റെ ഫ്ലഡൊക്കെ വന്നപ്പോൾ അത് ഒളിച്ചു പോയപ്പോൾ ഇത് റീബിൽറ്റ് ചെയ്താണ് ഈ സംഭവം. നല്ല നമ്മുടെ നാട്ടിലെ ഈ നമ്മുടെ മൂവാറ്റുപുഴയൊക്കെ പോകുന്ന വഴിക്ക് ഈ ഭാരതപ്പുഴയും അതുവഴിയൊക്കെ ചില ഇത് കണ്ടിട്ടില്ലേ, മണിമലയാറും എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ അതുകൊണ്ട് ചെറിയൊരു ആറ്, വലിയ ആറൊന്നുമില്ല, ചെറിയ ആറ്. അതിൻ്റെ കുറേ നല്ല മണൽ, അതുകൊണ്ടൊക്കെയുള്ള ചെറിയ ചെറിയ ഹോൾസ്, അതായത് ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്ന ചില പ്രദേശങ്ങൾ. പക്ഷേ മഴ വരുന്ന സമയത്ത് നല്ല ഒഴുക്കുണ്ടാകും. അപ്പോൾ അതാണ് ഇത്. നല്ല മനോഹരമായ ഒരു. ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ അക്കോമഡേഷൻ 380 കിലോമീറ്റർ മാത്രമല്ല, നല്ല ദൂരമാണ്. ഞങ്ങൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മുടെ ന്യൂ സൗത്ത് വെയിൽസിലോട്ട് കയറുകയാണ് കേട്ടോ. വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽസ്. നമ്മുടെ വിക്ടോറിയ തീർന്നു. അപ്പം ബൈ ബൈ വിക്ടോറിയ, വെൽക്കം ടു ന്യൂ സൗത്ത് വെയിൽസ്. കണ്ടോ, അടിപൊളിയല്ലേ. ഞങ്ങളവിടുന്ന് വണ്ടി ഓടിച്ച് നമ്മൾ ഈഡൻ, പാമ്പുല, മെരുമ്പുല എന്ന് തോന്നുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ വന്ന് നമ്മൾ ബീഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേക്കാണ്. പക്ഷേ അവിടെ നമ്മൾ ടൗൺ സെൻ്ററാണ്. ആ പുറകോട്ട് നോക്കണ്ടല്ലേ, ടൗൺ സെൻ്റർ അവിടെ നമ്മൾ കയറിയില്ല. നമുക്ക് ഇനിയും ഉണ്ട് ഇവിടെ ഏകദേശം ഒരു 4 ഉള്ളൂ. ഒരു 2-2.5 മണിക്കൂറോടെ ഇനിയും ഓട്ടമുണ്ട്. 250 കിലോമീറ്റർ ഇനിയും ഉണ്ട്. ഓടിയിട്ട് എത്തുന്നില്ല. കാരണം വളവും തിരിവും വളഞ്ഞ വഴികൾ മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്. കണ്ടല്ലേ, വാലിയുടെ വ്യൂ ഉണ്ടല്ലോ. അത് ആ കാണുന്നതാണ് ബീഗ എന്ന് പറഞ്ഞ സിറ്റിയാണ്, ടൗൺ, അതായത് റൂറൽ ടൗൺ ആണ് ആ കാണുന്നത്. അവിടെ ഹോസ്പിറ്റൽ, നമുക്ക് സ്കൂള്, കോളേജ്, എല്ലാ സെറ്റപ്പും ആ കാണുന്ന ടൗണിലുണ്ട്. ഇതുപോലെ കാണും ഓസ്ട്രേലിയ റൂറൽ ടൗൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ സൈഡിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ ഒന്നുമില്ല, ചെറിയ ഫാം ഹൗസുകളും വാലി വ്യൂ ആണ്. നല്ല മനോഹരമായ വാലിയാണ്. അവിടെ ചെറിയ ഫാം, അതൊക്കെ 10, 50, 20, 30 ഏക്കറുകളാണ്. പക്ഷേ അങ്ങോട്ട് മാറുന്നവരും 100, 150, 200, 1000, 1000 അങ്ങനെ അങ്ങോട്ട് വരും. പക്ഷേ ഈ കാണുന്നതാണ് അതിൻ്റെ ടൗൺ സെൻറ്റർ. അവിടെ വീടും ചെറിയൊരു എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് എനിക്കറിയാമില്ല. നല്ല ഒരു ക്യൂട്ട് റൂറൽ ടൗണാണ്. ഇതുകൊണ്ടൊക്കെയാണ് ഓസ്ട്രേലിയ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത റൂറൽ ടൗൺ എന്ന് പറയുന്നത് ഈഡൻ എന്ന് പറയും. ഏകദേശം ഒരു 10-85 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ചെറിയ കുഞ്ഞ് ടൗണുകൾ മാത്രമേ വരാറുള്ളൂ. ഇതുണ്ട്, ഇതൊക്കെ നല്ല പച്ചപ്പ്. അതാണ് ആൾക്കാർ പറയുന്നത് ഓസ്ട്രേലിയയിൽ മുഴുവൻ മരുഭൂമി എന്ന് പറയുന്നവർക്കാണ് ഇതുണ്ടല്ലോ മുഴുവൻ പച്ചപ്പും. ഇങ്ങോട്ട് വന്ന ഈ ഈസ്റ്റ് കോസ്റ്റ് റോഡുകൾ മുഴുവൻ പച്ചപ്പും ഹരിതാവും നിറഞ്ഞ ഭംഗിയാണ്. ഇപ്പം നമ്മൾ ന്യൂ സൗത്ത് വെയിൽസിലാണ്, വിക്ടോറിയ കഴിഞ്ഞ് കേട്ടോ. ഇനിയും ഉണ്ടെന്ന് 250 കിലോമീറ്റർ. ഞങ്ങൾ നമ്മുടെ ആ ബീഗ ആ സ്ഥലത്തൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് നമ്മളത് കോബർഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കച്ചവടങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈമിലാണ്. അതായത് ഒരു 4 മണി കഴിഞ്ഞാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും, ഒരു 8, 9, 10, 11 മണി വരെ. പക്ഷേ 4 മണി കഴിഞ്ഞാൽ, ഒരു ഉച്ച കഴിഞ്ഞ് 2:30 കഴിഞ്ഞാൽ ഇങ്ങനെ ടൗണുകൾ മുഴുവൻ ശൂന്യമായിരിക്കും. ആ ടൗൺ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആണ് ഇതുണ്ട്, കോബർഗോ ജനറൽ സ്റ്റോഴ്സ്, അങ്ങനെ കുറച്ച് ഷോപ്പുകളെല്ലാം ഉണ്ട്. ആരെങ്കിലും നോക്കി ഒരു മനുഷ്യനുണ്ടോ നോക്കി, അതേ ഉണ്ട്. അവിടെ 2 പേര് അങ്ങേ അറ്റത്ത് നിൽക്കുന്നു. അതല്ലാതെ ഇവിടെ ഒരു മനുഷ്യരുമില്ല, ഒന്നുമില്ല. കണ്ടില്ലേ, ചെറിയൊരു ക്യൂട്ട് ടൗൺ. ഇങ്ങനെയുള്ള ക്യൂട്ട് ടൗണുകൾ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ ബേഗ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഈ കോബർഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്.
നല്ല മനോഹരമായ ഒരു ശല്യങ്ങളോ ഒച്ചയോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞു ക്യൂട്ടിട്ടാണ്. ആ വാലിയുടെ താഴെ ഇങ്ങനെ മുകളിലോട്ട് കയറിയാണ് കിടക്കുന്നത്. ഇവിടെ പെട്രോൾ പമ്പ്, ഡോക്ടേഴ്സ്, ഇത് ദന്തൽ നമ്മുടെ ഡോക്ടറിൻ്റെ ഇത് കണ്ടേ, അപ്പോയിൻമെൻറ്റ്, ജനറൽ പ്രാക്ടീഷണർമാരുടെ സ്ഥലങ്ങൾ, ഇത് നമ്മുടെ ടെൽസ്ഡയുടെ വണ്ടിയുടെ ഇത് ചാർജിങ് പോയിൻറ്റ്, പെട്രോൾ പമ്പ് എന്ന് വേണ്ട ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഒരു കുഞ്ഞ് ക്യൂട്ട് ടൗൺ എന്നൊക്കെ പറയില്ല, വലിയ സിറ്റിയുടേതായ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു റൂറൽ ടൗൺ, ന്യൂ സൗത്ത് വെയിൽസിലെ ഒരു റൂറൽ ടൗൺ ഉണ്ട്. ചെറിയ വണ്ടികളൊക്കെ പോകുന്ന ഒരു പുള്ളിക്കാരി അവിടെ നിൽപ്പുണ്ട്. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പഴയ കെട്ടിടങ്ങളും കാര്യങ്ങളെല്ലാം ആണ്. നമുക്കിത് കാണുമ്പോഴത്തേക്ക് അറിയാം. നല്ല ആർട്ടൊക്കെ അവിടെ വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഇതൊരു ബുക്സിൻ്റെ ഇങ്ങനെയുള്ള ക്യൂട്ട് ടൗണുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഓരോ വണ്ടി വരുവാനല്ലാതെ ഒരു മനുഷ്യരുമില്ല, ഒരു മനുഷ്യരും കണ്ടില്ല. അത് മുഴുവൻ വിജനമാണ്. ഇപ്പോൾ സമയം നോക്കിയാൽ 4:30 ആയതേ ഉള്ളൂ. ഇനിയുമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു 200 കിലോമീറ്ററോട് ഇനിയുണ്ട് പോകാനായിട്ട്. അങ്ങനെ കെട്ടിടങ്ങൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ വീടുകളല്ല. ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ, ഇത് രജിസ്റ്റേർഡ് ടാക്സ് ഏജൻറ്റിൻ്റെ ഓഫീസാണ്. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള ഓഫീസുകളും കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ ഉള്ളത്. വഴി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് പഴയ കാലത്തെ ഒരു നമ്മുടെ നാട്ടിലേക്ക് ഒരു സംഭവം, ചെറിയൊരു കുഞ്ഞൊരു കൂട്ട് വീട് കണ്ട, ഇങ്ങനെയുള്ള ഓരത്തൂടെ നടക്കുമ്പോഴത്തേ അവിടെ അതിമനോഹരമായ ഒരു പെട്രോൾ പമ്പ്, യുണൈറ്റഡിൽ എപ്പോഴും പെട്രോളിന് പൈസ കുറവായിരിക്കും കണ്ടോ. ചെറിയ ഇത് ഈ കഫേയൊക്കെ അടച്ചു ഓൾറെഡി. വി ആർ ക്ലോസ്ഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വി ആർ ക്ലോസ്ഡ്, ഓപ്പൺ അല്ല സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ക്ലോസ് ചെയ്ത്. ഇവിടെ ഒരു മനുഷ്യനിപ്പോൾ ഇവിടെ 4:30 ആയതേ ഉള്ളൂ. വിജനമായ സ്ഥലം. നമ്മൾ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം ഇരുട്ടി കങ്കാരുവൊക്കെ വഴിയെ ഇഷ്ടം പോലെ ചാടി വരുന്നത്. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു കങ്കാരൂസൊക്കെ വിഹരിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഇവിടെ എടുത്തേക്കുന്ന വീട് ഞാൻ ബേറ്റ്സ്മാൻ ബേയുടെ അടുത്തുള്ള സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ആ വീട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ഒരു വിശാലമായി ഇങ്ങനെ ഇറങ്ങി വരും. ഇത് 2-3 പാർട്ടീഷനായിട്ട് അല്ലേ ഇജോ, 3 പാർട്ടിക്കലായിട്ടാണ് അല്ലേ, 3 ബെഡ്റൂമാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് ഒരു ലോഞ്ച്, ചെറിയ ലോഞ്ച്, TV കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ഇറങ്ങണം. ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മുകളിലൊരു ബെഡ്റൂമുണ്ട്. ഈ സൈഡിൽ കിച്ചൺ, ടോയ്ലറ്റ്. മുകളിലൊരു ബെഡ്റൂം അല്ലേ ഇജോ, അല്ലേ? 4 ആണോ? ഓക്കെ. അപ്പോൾ ഇവിടെ വിശാലമായൊരു പുറകിൽ സ്പായൊക്കെ ഉണ്ട് ഇജോ, സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, സമയമില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് പോകണ്ടേ. ഇത് നല്ലൊരു ബെഡ്റൂം അല്ലേ, കുഴപ്പമില്ല. ഈ പബ്ബിനകത്തൊക്കെ നമ്മൾ ഈ ബാംഗ്ലൂരിലൊക്കെ ഇറങ്ങി ചെല്ലേ താഴോട്ടൊക്കെ എന്ന് പറഞ്ഞോണ്ടൊക്കെ. അതെ, 3 സ്റ്റെപ്പാണ്, 3 ഇതായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. 3 നിലയാണ് കണ്ടല്ലേ, 4 നിലയാ അങ്ങനെ കണ്ടത്. ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പം ഇവിടെ വിശാലമായ ഒരു കൗച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല മനോഹരമായ ഒരു വീട് കണ്ട. ഇതാണ് വെളിയിലത്തെ നമുക്കിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇത് ഇജോൻ്റെ സ്പാ ഉണ്ട്. ഇത് കണ്ടത് നല്ല ഹോട്ട് വാട്ടറാണ് ഇതിനകത്ത്. പുള്ളി 2 ദിവസം നിൽക്കുക. തൊട്ടപ്പുറത്ത് ബീച്ചാ. ഇവിടെ നിന്നാൽ ബീച്ച് നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടില്ലേ, ഏതായാലും നാളെ കാണിക്കാം അതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും. ഇന്നലെ കിടപ്പൊക്കെ കണ്ടായിരുന്നു, അടിപൊളിയായിരുന്നല്ലേ. ഈ ജിഷ മാത്രമേ കഴിക്കുന്നുള്ളൂ രാവിലെ. റെഡി ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ അപ്പം ഇന്നത്തെ യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ മമ്മി? പക്ഷേ ഇന്ന് പോകേണ്ടത് 1100, എത്രയോ? 1100 റൂട്ട് ടു ബ്രിസ്ബൺ. മറ്റേത് 850 ആണെന്ന് തോന്നുന്നല്ലേ, 900 അടുത്ത്. ആകാശം നല്ല രോമാവൃതമാണ് നിൽക്കുന്നല്ലേ. അപ്പോൾ നമ്മൾ അല്ല, വഴി ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് വലിയ കുഴപ്പമില്ല. എന്നാലും നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ലേ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് വിട്ടാലോ. ഈ ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണ്, രാവിലത്തെ കിഡു വ്യൂ ആണ്. ഇത് കണ്ടല്ലേ, ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത്. പക്ഷേ ഇന്ന് ചെറിയ ക്ലൗഡിയാണ്, ഭയങ്കര രസമായിരുന്നു. ഇത് കണ്ടത് ഇവിടെ നല്ല കിടുക്കൻ വീടുകളാണ്. ഈ പറഞ്ഞ കണക്ക് എല്ലാം ഡബിൾ സ്റ്റോറിയാണ്. കാരണം അവർക്ക് ആ വ്യൂ ഇത് അവിടെ നിന്ന് കിട്ടും കണ്ടല്ലേ. ഇവിടെയുള്ള എല്ലാം അങ്ങനത്തെ ഡബിൾ സ്റ്റോറി ഹൗസുകളാണ്. അത് അവിടെ ഇവിടെ എല്ലാം ഒരുമാതിരി. ഈ സ്ഥലത്തിൻ്റെ ഒരു വിൻസെൻറ്റീന എന്നാണ്, വിൻസെൻറ്റീന അങ്ങനെ ഒരു സ്ഥലപ്പേരാണ്. കിയാമ എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം.
രാത്രിയിലാണ് വന്നതുകൊണ്ടേ ഇതായിരുന്നു വീട്. ഇത് കണ്ടില്ല, ഈ താഴോട്ട് നമ്മളെ ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഇച്ചിരി കയറാൻ പാടായിരുന്നു. അതിനാരും സാധനം ചെമ്പകോ നമ്മുടെ അവിടെ ഇതില്ലല്ലേ. ഇപ്പോൾ ചെമ്പകമൊക്കെ മണത്ത് തുടങ്ങി. കാണിച്ചേ, നല്ല കിടുപ്പോ അല്ലേ, നാട്ടിലെ ചെമ്പകം ഉണ്ട്. അടിപൊളി അടിപൊളി കണ്ടോ. ഇതാ നമ്മുടെ വീട്. അതെന്നാ ഷിപ്പാണ് കൊടുക്കുന്നത്. നല്ല അത് ഭയങ്കര മലയാണ്. അത് ഭയങ്കര രസം. നല്ല കിടു വീടായിരുന്നു. അതെന്നാ നല്ല പർപ്പിൾ കളർ. പർപ്പിൾ കളർ അടിപൊളി. നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ വഴിയൊക്കെ നിൽക്കുന്നത് എന്നാണേലും കൊള്ളാം. ഏതായാലും നല്ല ഇഷ്ടം പോലെ പൂവൊക്കെ കണ്ടു തുടങ്ങി. ഏതായാലും നമുക്ക് വിട്ടാലോ, അടുത്ത് പോയേക്കാം. അപ്പം ബൈ ബൈ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ഖയാമ എന്ന് പറഞ്ഞൊരു മനോഹരമായ ഒരു ബീച്ച് ടൗണിൽ വന്നേക്കാണ്. നമ്മുടെ നാട്ടിലെ ഫിലിപ്പ് ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ കണക്ക്, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വൊന്താഗിലെ ഫിലിപ്പ് ഐലൻഡ്, നമ്മുടെ നാട്ടിലെ കോവളം എന്നൊക്കെ പറഞ്ഞ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോ ഹോളുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്നപ്പം ലോ ടൈഡാണ്. ലോ ടൈഡ് ആയതുകൊണ്ട് ആ ബ്ലോ ഹോൾ വാങ്ങിയത്, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ചീറ്റി മുകളിലോട്ട് പൊങ്ങിയാണ്. ഞങ്ങൾ ഈ പോകുന്ന റൂട്ടാണ്, അതുവഴി ഇങ്ങോട്ട് തിരിഞ്ഞ് കയറിയത്. പക്ഷേ ഏതായാലും ആ ബ്ലോ ഹോളിന് കാണിക്കാം. പക്ഷേ വെള്ളം ഈ ടൈഡ് കുറവായതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നില്ല. ഇതാണ് ബ്ലോ ഹോൾ. ഇവിടുത്തെ ഭയങ്കര ഫേമസാണ്. നമ്മുടെ ഫിലിപ്പൈനിലുണ്ട് ചെറുത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോ ഹോൾ ഇവിടെ ഇപ്പം ലോറ്റാണ്. നമ്മൾ വന്ന ടൈം അത്ര പോരാ. അത് തിരയില്ല. തിര ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളൂ. ഇതുവഴി ഈ ഹോളിനകത്തോട്ട് വെള്ളം കയറിയിട്ട് ഇങ്ങനെ ചീറ്റ് മൊണ്ടയ്ക്ക് വരും. ഭയങ്കര രസമാണ്. അൺഫോർച്യുനേറ്റ്ലി ഇന്നില്ല. അത് കണ്ടില്ലേ, ഭയങ്കര രസമുണ്ട്. പക്ഷേ അല്ലേ, നല്ല രീതിയിൽ തന്നെ അവർ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. പഴയ കാലത്തെ റോക്ക് ഫോർമേഷനും കാര്യങ്ങളെല്ലാം ആണ്. അതേ കണ്ടു നോക്കി. കൂടാതെ ഇവിടെ കണ്ടില്ലേ, ഇത് ഒരു ലൈറ്റ് ഹൗസാണ്. അത് രാത്രി ലൈറ്റ് കത്തുമായിരിക്കും, പക്ഷേ ഇപ്പോൾ ലൈറ്റ് കത്തില്ല. അതുകൊണ്ട് ഇവിടെ കേട്ടോ വേണ്ടത് ഇതുവഴിയാണ്. നല്ല രീതിയിൽ അവർ ആ ബ്ലോ ഹോൾ കാണാനായിട്ടൊക്കെ നല്ല പാത്തും ഇതെല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇതുവഴി ഹാൻഡ് റെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഇങ്ങനെയാണ് അങ്ങോട്ട്. അവിടെ നിന്ന് കടലിൻ്റെ നല്ല മനോഹരമായ ഒരു വ്യൂ നമുക്ക് കിട്ടും. രാവിലെയാണ് ഇപ്പോൾ സമയം. രാവിലെ ഒരു 8:30 ആയതേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് അല്ല, ഇവിടാണ് ഈ കടലിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് കയറി അകത്തോട്ട് വരുന്നത്. പക്ഷേ മുമ്പേ പറഞ്ഞ നമുക്ക് വെള്ളം വളരെ കുറവാണ്. കണ്ട ഇതുവഴി കണ്ട വെള്ളം ഏറെ നല്ല ടൈഡ് ഉണ്ടെങ്കിൽ കയറി അതിനകത്തോട്ട് വന്ന് അവിടെ ബ്ലോ ഹോളിൽ കൂടെ നല്ല ചാടും. ഇതല്ലേ നോക്കി ഈ പാറ. ഇതെനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു. പഴയ കാലത്ത് ഈ ലാവ ഒലിച്ച് വന്ന ഫോർമേഷൻ ആയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതല്ലേ, അതാണ് ഈ ഖയാമ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. നല്ല ബ്യൂട്ടിഫുള്ളായൊരു ബീച്ച് ടൗണാണ് കേട്ടോ ഖയാമയെന്നൊക്കെ. നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ ഇവിടെ ഒരു സീ ക്ലിഫ് ബ്രിഡ്ജ് ഉണ്ട്. വളരെ ഫേമസ് ആണ്. അതായത് ഈ ഇൻസ്റ്റഗ്രാം റീൽസിനകത്തും അതിനകത്തൊക്കെ നമുക്ക് ഈ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇപ്പോൾ അൺഫോർച്യുനേറ്റ്ലി നല്ല മഴയാണ്. അതുകൊണ്ട് എൻ്റെ ഡ്രോൺ പൊക്കാമെന്നൊക്കെ വല്ല കണക്കൂടില്ല വന്നത്. പൊക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതുണ്ട്, ആ കടലും അതിൻ്റെ തൊട്ടടുത്ത് നല്ല സ്വിമ്മിംഗ് പൂൾ നമുക്കൊരു സംഭവമൊക്കെ അടിപൊളിയാണെന്ന് കാണിച്ചു തരാം പെട്ടെന്ന്. ഇത് ഈ സ്വിമ്മിംഗ് പൂൾ പോണക്കത് ഇവിടെ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുക ഈ കടലിൽ നിന്നുള്ള. അപ്പോൾ ആ ചിലപ്പോൾ നല്ല തിരയൊക്കെ അടിച്ച് വരുമ്പോൾ നല്ല സേഫാണ്. ആർക്കാർക്ക് സ്വിം ചെയ്യാനൊക്കെ പറ്റിയ കിടു സ്ഥലമാണ്. നോക്കിയാൽ മുകളോട് നോക്കി എന്തൊരു മനോഹരമാണ്. നോക്കി അടിപൊളി. ഇതേ നോക്കി കിടു 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 കിടു. ഇതാണത് നമ്മുടെ സീ ക്ലിഫ് ബ്രിഡ്ജ്. നമ്മുടെ ബുളങ്ങോങ്ങിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി സിഡ്നിക്ക് ഇതുവഴി പോകാം. വളരെ മനോഹരമാണ്. ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു. പക്ഷേ ഭയങ്കര കാറ്റാണ്, മഴയും ചാർന്നു. ഇതല്ലേ ആ കാണുന്നതാണ് ബ്രിഡ്ജ്. പൊളി സംഭവമല്ലേ നോക്കിയേ, അതിമനോഹരം. ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കിടക്കുക. അതുകൊണ്ടല്ലേ ഈ കടലിനകത്തോടെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോവുക. ഭയങ്കര ബ്യൂട്ടി കേട്ടോ. ഇതാണ് സീ ക്ലിഫ് ബ്രിഡ്ജ്. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. നല്ല മഴ വരുന്നുണ്ട്. അങ്ങോട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കുക.
പക്ഷേ സീ ക്ലിഫ് ബ്രിഡ്ജ് ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അത് കാണാൻ പറ്റില്ല. പറ്റില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ ശ്രീ വെങ്കടേശ്വര ഉളങ്ങോവിനടുത്തുള്ള അല്ലേ ഒരു ടെമ്പിൾ, മനോഹരമായ ഒരു ടെമ്പിളാണ്. പക്ഷേ അത് നമുക്ക് അൺഫോർച്യുനേറ്റ്ലി നല്ല മഴ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ അകത്ത് ഫോട്ടോഗ്രാഫി അനുവദീയമല്ല. പക്ഷേ എങ്കിലും നല്ല ഇതുവഴി വരുന്നവർ ഇത് കയറി ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ മനോഹരം ഒരു ടെമ്പിൾ. നമ്മൾ ഇവിടെ കുറേ വെളിയിൽ നടക്കാനൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അത് നടന്നില്ല അല്ലേ. ഒന്നും നടക്കില്ല, കാരണം മഴ, ഭയങ്കര മഴ. അകത്തും ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ അകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും പറ്റിയില്ല. അതെ അതെ അതെ. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. ഞങ്ങൾ സിഡ്നിയൊക്കെ വിട്ടു. കട്ട മഴയെന്ന് പറഞ്ഞാൽ കട്ട മഴ. ഇതുകൊണ്ടൊക്കെ ഒരു മഴ ജീവിതത്തിൽ കണ്ടിട്ടില്ല. 110 കിലോമീറ്റർ ഇത് ഓടിക്കാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ 80-85 കൂടുതൽ വരാനില്ല. കാരണം ഈ മുമ്പേ പോകുന്ന വണ്ടിയുടെ ആ മഴയുടെ ഇറിച്ചിൽ കാരണം നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയ മഴ കുറഞ്ഞു. ഒരു ജസ്റ്റ് ഒന്ന് കാല് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു സർവീസ് സ്റ്റേഷനല്ല, അപ്പോൾ ഒരു റെസ്റ്റ് ഏരിയയാണ്. അവിടെ വന്നേക്കാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിഡ്നി നമുക്ക് പോകേണ്ട അങ്ങനെ ന്യൂകാസിൽ റൂട്ടാണ്. ന്യൂകാസിൽ 80 കിലോമീറ്റർ ഇവിടുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ സത്യമായി ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടായിക്കൊണ്ട് വന്നില്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിക്കണം, മാക്ഡൊണാൾഡ്സോ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പോൾ അതിനുള്ള ഒരു സെർച്ചിലാണ്. ഇവിടെ തൊട്ടടുത്തുണ്ട് ഒരെണ്ണം, അങ്ങോട്ട് പോയി മേടിക്കാമെന്ന് ഉദ്ദേശിച്ചു. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഏകദേശം 6-6.5 മണിക്കൂറായി നമ്മൾ കയറിയിട്ട്. ഇപ്പോഴും ന്യൂ സൗത്ത് വെയിൽസ് തന്നെയാണ്, ക്യൂൻസ്ലാൻഡ് ആയിട്ടില്ല. അതാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ കോര മഴ എന്നൊക്കെ പറയാല്ലേ, ഭയങ്കര അതികഠിനമായ മഴയെന്ന് പറയും. അപ്പോൾ മഴ ഇങ്ങനെ ചടവാ പിന്നോണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഇറങ്ങി കാല് സ്ട്രെച്ച് ചെയ്യാൻ പോലും പറ്റുന്നില്ല. പിള്ളേരും പപ്പായും അമ്മയും എല്ലാവരും ഉണ്ട്. 2 വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വയ്ക്കുക കാണിച്ച മഴ കണ്ടോ, എന്നാ മഴയാണെന്നല്ല. 110 കിലോമീറ്റർ സ്പീഡ്. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയല്ല. നമുക്ക് പോകാൻ വെറും ഒരു 80-85 പോകാൻ പറ്റുന്നില്ല. കാരണം ഈ മുമ്പിൽ പോകുന്ന വണ്ടിയുടെ ഈ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് നമുക്ക് ഒരു തരത്തിൽ വണ്ടി മുമ്പോട്ട് പോകുന്നില്ല. വല്ല ട്രാഫിക്കൊന്നുമല്ല, മഴ അതികഠിനാതി കോര മഴ എന്നൊക്കെ പറയാം അല്ലേ അപ്പാ. ഭയങ്കര മഴ. അതെ, ഇവിടെ വന്നേ പിന്നെ ഇതുവരെ മഴ നമ്മൾ കണ്ടിട്ടില്ല. ഒന്നാകിലൊന്നും ഇത്രയും പെയ്തിട്ടുമില്ലായിരുന്നു കേട്ടോ. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇങ്ങനെ എത്തി. എൻ്റെ പൊന്നെ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ മഴയാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്യൂൻസ്ലാൻഡിലെ വെതറില്ല. ഇപ്പം നമ്മൾ ക്യൂൻസ്ലാൻഡിലാണ്, ന്യൂ സൗത്ത് വെയിൽസ് താണ്ടി നമ്മൾ ക്യൂൻസ്ലാൻഡിലെത്തി. നമ്മുടെ അക്കോമഡേഷനാണ് ഈ പുറകെ കാണുന്നത്. ഒരു പഴയ ജർമ്മൻ സ്റ്റൈൽ വില്ലയാണ്. കുഴപ്പമൊന്നുമില്ല, അതിഗംഭീരമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന അത് പൂളെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളെ അവിടുന്ന് ഇവിടം വരെയുള്ള റൂട്ട് ടു ബ്രിസ്ബന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പം അടുത്ത ഇതിനുള്ള തുടർന്നുള്ള ബ്രിസ്ബൻ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.